നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു റോഡാണ് ഈ തകർന്നു കിടക്കുന്നത്. വയനാട് കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പേരിയച്ചുരം റോഡിൽ വിള്ളലുണ്ടാകുന്നത് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയ അതേ ദിവസമാണ്. സോയിൽ പൈപ്പിംഗ് ഉണ്ടായതിനാൽ റോഡ് പൂർണ്ണമായും പൊളിച്ചു പണിയണമെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ മുൻപ് താമരശ്ശേരി ചുരത്തിൽ ചെയ്തതുപോലെ കുന്നിടിച്ച് ബദൽപാത ഉണ്ടാക്കിയ ശേഷമേ റോഡ് പൊളിക്കാവൂ എന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഇത് നിരാകരിക്കപ്പെട്ടുവെന്നാണ് പരാതി. മല ഇടിച്ച് വാഹനം കടത്തി വിട്ടുകൊണ്ട് അടുത്ത മഴ കുറച്ച് ശമിക്കുന്ന സമയത്ത് അടുത്ത വേനൽക്കാലം ആകുമ്പോൾ മാത്രമേ ഇത് പൊളിച്ചിട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഉദ്യോഗവർഗം അത് കേട്ടില്ല. ചെറുവാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗം കൂടി ഇടിച്ചിറക്കിയതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. 50 ദിവസത്തിന് മുകളിലായി കുട്ടികളുടെ പഠനത്തെയും അതുപോലെ ജനങ്ങളുടെ വളരെ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ റോഡ് ഇങ്ങനെ നിലച്ചത് കാരണം. റോഡ് പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ പേരിയ നിവാസികൾ എന്തോ ദേശീയമുള്ളതുപോലെ എന്തൊക്കെ മുഴുവൻ കുഴിച്ച് ഇത്തരത്തിലാക്കിയിട്ടുള്ളത്. ഇത് ഏത് കാലം പണി ചെയ്യാനാ? ഇവരെ കൊണ്ടൊന്നും ഈ പണിയെടുപ്പിച്ചിട്ട് കാര്യമല്ലോ, നടക്കൂല. ഊരാലിക്കൽ പോലെ നല്ല ആളുണ്ട്, അറിയപ്പെടുന്ന ആളുകളില്ലേ, അവരെ കൊണ്ടുവന്ന് പണി സാധനങ്ങളൊക്കെ കൂടുതലുള്ള ആളുകളെ സൈറ്റ് കൊണ്ടുവന്ന് നിങ്ങൾ പണിയെടുപ്പിക്കാനുള്ള ഇത് പുറം ലോകം അറിയണം. ഒരുപാട് അനാസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്കിങ്ങിൽ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി തരണം. മറ്റേതെങ്കിലും പ്രദേശത്താണെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട പാതയെ ഇങ്ങനെ അവഗണിക്കുമോ എന്നതാണ് ചോദ്യം. വയനാടിനെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന ആദ്യ വഴികളിലൊന്ന്. കോട്ടയം രാജവംശത്തിന്റെ ഭരണകാലത്ത് വടക്കേ വയനാട്ടിലേക്കുള്ള ആദ്യ കുടിയേറ്റങ്ങൾ നടന്ന വഴി. പഴശ്ശി യുദ്ധകാലത്ത് നിരവധി പടയോട്ടങ്ങൾ നടന്ന പാത. അത്രയും ചരിത്ര പ്രാധാന്യമുള്ള പേരിയച്ചുരമാണ് 80 ദിവസത്തിലധികമായി തകർന്നു കിടക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.